തീർച്ചയായിട്ടും രതീഷ്, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്തൊന്നും തന്നെ ഈ തിരുവനന്തപുരത്തിന്റെ നഗരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. സഭകൾ തന്നെ പ്രത്യക്ഷമായി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അതീവ ഗൗരവത്തിലാണ് ഈ വിഷയം കാണുന്നത്. തീർച്ചയായിട്ടും അതീവ ഗൗരവത്തോടു കൂടിയാണ് സഭ കാണുന്നതും. അതുമല്ല, ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നാളുകളായിട്ട് നടന്നു വരുന്നു. ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടുമൊക്കെ ഇവർ വൈദികരെയും സന്യസ്തരെയും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് നിൽക്കുന്നവരെല്ലാവരെയും BJPയുടെ നേതൃത്വമാണ്, അല്ലെങ്കിൽ ബജറംഗ് ദളിന്റെ സപ്പോർട്ടോടു കൂടിയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ പലപ്പോഴും നമ്മൾ ശാന്ത മനോഭാവത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിധി ലംഘിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ നഗ്നമായ ഈ ഭരണഘടനയുടെ ലംഘനം സഭയിലാകുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഇവരുടെ സഭ അനുശാസിക്കുന്ന രീതിയിൽ സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് ഇവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് ഇവർ കടന്നു വന്നിരിക്കുകയാണ്. ഒരു തിന്മയും ചെയ്യുവാനല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ BJP പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇവർ നിസ്സഹായരാണ്, ഇവർ ഒന്നും ചെയ്തിട്ടില്ല, യാതൊരു തെറ്റും ഇവർ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം എല്ലായിടങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സൂചന മാത്രമാണെന്നാണ് ഇപ്പോഴത്തെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഉൾക്കൊള്ളും അല്ലെങ്കിൽ ഇതിന് ഫലമുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതെല്ലാവരിലും ഇപ്പോൾ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു യുദ്ധത്തിന് പോകുന്നില്ല, ആർക്കും എതിരെ പോകുന്നില്ല. പക്ഷേ ചില സത്യങ്ങള് വിളിച്ചു പറയുക മാത്രമാണ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ദൂരഭാഗമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി എടുത്തില്ല എങ്കിൽ നിയമപരമായിട്ട് ഇനി എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് സഭ അധികാരികളുണ്ട്, അവരെല്ലാവരും നിയമം ഇപ്പോൾ വേണ്ട രീതിയിലൊക്കെ ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമായിരിക്കും ബന്ധപ്പെട്ട നീതിന്യായ വ്യവസ്ഥകളെ സമീപിച്ചുകൊണ്ട് നമുക്ക് നീതി ലഭിക്കത്തക്ക രീതിയിൽ ഏതറ്റം വരെയും പോകുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൂചന മാത്രമാണ് തിരുവനന്തപുരത്തെ ഈ ക്രൈസ്തവ കൂട്ടായ്മകള്, 3 റീത്തുകൾ മാത്രമല്ല ഇതര സമൂഹങ്ങളില് ക്രൈസ്തവ സമൂഹങ്ങളിലെ മേലധ്യക്ഷന്മാര് അവരെല്ലാവരും അവരുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. ചില പിതാക്കന്മാർക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും അവരുടെ പ്രതിനിധികളെ എല്ലാം VG ഉൾപ്പെടെവരെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ എത്രമാത്രം ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരുടെ എല്ലാം പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും വെള്ളയമ്പലം ഭാഗത്തേക്ക് ഈ പ്രതിഷേധ വൈദികരുടെയും വിശ്വാസികളുടെയും പ്രതിഷേധ മാർച്ച് എത്തുകയാണ്. അല്പസമയത്തിനകം രാജ്ഭവനിലേക്ക് എത്തിച്ചിട്ട്